രാമേശ്വരം എന്നത് ഞങ്ങളുടെ ഒരുപാട് നാളത്തെ സ്വപ്നമായിരുന്നു, ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ രാമേശ്വരത്തേക്ക് പോകുക എന്നുള്ളത്. പാലക്കാട് ഒലവക്കോടിൽ നിന്നാണ് കേട്ടോ ട്രെയിൻ ചേർന്നത്. പുലർച്ചെ 4 മണിക്കുള്ള അമൃത എക്സ്പ്രസ്സിലാണ് കേട്ടോ പോയത്. 4 മണിക്ക് ട്രെയിൻ എത്തുമെങ്കിലും ഒരു 10-20 മിനിറ്റ് അവിടെ നിർത്തിയ ശേഷം കേട്ടോ ട്രെയിൻ. ദേവുട്ടി വളരെ സന്തോഷത്തിലായിരുന്നു, കാരണം അവളുടെ ആദ്യത്തെ ട്രെയിൻ യാത്ര കേട്ടോ ഇത്. അപ്പോൾ ട്രെയിനിൽ കയറണം എന്നുള്ളത് അവളുടെ ആഗ്രഹമായിരുന്നു. നമ്മൾ അമൃത എക്സ്പ്രസ്സിൽ പാലക്കാട് നിന്നും രാമേശ്വരത്തിലേക്ക് പോയി പകുതി എത്താറായി. നമ്മളൊരു ഏകദേശം ഒരു 7-8 മണിക്കൂർ ട്രാവൽ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മളിതാ രാമേശ്വരം എത്താറായി. പാമ്പൻ എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞു. രാമേശ്വരം സ്റ്റേഷൻ എത്തി. 1 മണിക്കുള്ളിൽ, അതായത് 12:30 ആകുമ്പോൾ എത്തിയിട്ടുണ്ടാവും. ഏകദേശം 12:30, ഉച്ചയ്ക്ക് 12:30 ആകുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ എത്തിയാൽ തന്നെ നമ്മൾക്ക് അവിടെ റൂം എടുത്ത് തരാനും ഒക്കെ ഒരുപാട് ഓട്ടോക്കാരും ആളുകൾ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഞങ്ങളവിടെ എത്തി റൂമെടുത്തു. റൂമിൽ പല റേറ്റാട്ടോ. അതായത് നമുക്ക് അടുത്തടുത്തുള്ള റൂമുകൾ, ക്ഷേത്രത്തിന് അടുത്തല്ല കിട്ടിയത്, കുറച്ച് ദൂരെയാണ് കിട്ടിയത്. പക്ഷെ റൂമിൻ്റെ വാടക എന്ന് പറയുന്നത് പല റേറ്റാട്ടോ. അങ്ങനെ ഞങ്ങൾ റൂം എടുത്തു. അതിന് ശേഷം അമ്പലത്തിൻ്റെ അടുത്ത് ഒന്ന് പോയി നോക്കിയിട്ട് എന്താണ് എങ്ങനെയാണെന്നൊക്കെ അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടൊന്ന് വെറുതെ നടക്കാൻ ഇറങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് ദമ്പതി സ്നാനം ചെയ്യണമായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ബലിയിടും വേണമായിരുന്നു ഏട്ടൻ്റെ അച്ഛന്. അപ്പോൾ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ രാവിലെയാണ് ബലിയിടലൊക്കെ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞു. ദമ്പതി സ്നാനം രാവിലെയും ചെയ്യും, വൈകുന്നേരവും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ക്ഷേത്രക്കൊന്നകത്ത് ചുറ്റി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച ക്ഷേത്രത്തിനകത്തേക്ക് കയറി. അപ്പോൾ അതിനകത്ത് കാണാൻ വളരെ മനോഹരമായിരുന്നു. കാണാൻ ഓരോ കൽത്തൂണുകളും. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു അതിനകത്ത് കയറിയപ്പോൾ തന്നെ. എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. അവിടെ നിന്നും ഞങ്ങൾ കടലിനടുത്തേക്കാണ് കേട്ടോ പോയത്. ഇവിടെയാണ് ദമ്പതി സ്നാനമൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് നമ്മൾ അഗ്നിതീർത്ഥം എന്നാണ് ഈ കടൽ അറിയപ്പെടുന്നത് തന്നെ. ഈ അഗ്നിതീർത്ഥത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ പൂർവികരായിട്ടുള്ള ശാപപാപ ദുരിതങ്ങൾ ഇല്ലാതാവുന്നൊക്കെയാണ് വിശ്വാസം. നമ്മൾ കഴിഞ്ഞ ജന്മത്തിലോ നമ്മളുടെ പൂർവികരായിട്ടോ എന്തെങ്കിലും ശാപപാപ ദുരിതങ്ങൾ ഉണ്ടെങ്കിൽ ഈ അഗ്നിതീർത്ഥത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ ഇല്ലാതാവും എന്നാണ് വിശ്വാസം. കുറച്ച് നേരം ഞങ്ങൾ അവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങി കടലിനടുത്ത് കൂടെയൊക്കെ ഒന്ന് നടന്ന് ദേവുട്ടിക്ക് കടലൊക്കെ കാണിച്ചു കൊടുത്ത് അവൾ നല്ല ഹാപ്പിയായി. അത് കഴിഞ്ഞ് അവൾക്ക് ഞങ്ങൾ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിക്കൊടുത്ത് അവിടെ നിന്ന് നടന്നു കേട്ടോ. അവൾക്ക് സ്നാക്സൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് സ്നാക്സൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് ഞങ്ങൾ പിന്നെ പതിയെ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് റൂമിൻ്റെ അടുത്തേക്ക് വരികയായിരുന്നു. അപ്പോൾ അപ്പോഴത്തേനും ഏകദേശം സന്ധ്യ ആയി, വൈകുന്നേരം ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെ അവിടെ നിന്ന് പിന്നെ കടൽ തീരത്ത് നിന്ന് തിരിച്ച് ഞങ്ങൾ റൂമിലോട്ട് നടക്കുകയായിരുന്നു. ക്ഷേത്രത്തിൽ നിന്നും കുറച്ച് അകലെയാണ്, കുറച്ച് ദൂരം ഉണ്ടായിരുന്നു റൂമിലേക്ക് കേട്ടോ. ഞങ്ങൾക്ക് കിട്ടിയ റൂം ക്ഷേത്രത്തിൽ നിന്നും കുറച്ച് ദൂരമുള്ള ഭാഗത്തായിരുന്നു. അപ്പോൾ അതുവരെ ഞങ്ങൾ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ നടന്ന് റൂമിലോട്ട് പോവുകയാണ്. പിന്നെ റൂം എത്തിയ ശേഷം ഞങ്ങൾ ഫ്രഷായി. പിന്നെ പിറ്റേ ദിവസം രാവിലെ വീണ്ടും നേരത്തെ എണീറ്റ് കടൽ തീരത്തേക്ക് വന്നു കേട്ടോ. അപ്പോൾ കടൽ തീരത്ത് വന്നിട്ട് അവർ ആദ്യം ബലിയിടാന്ന് പറഞ്ഞു. അപ്പോൾ ബലിയിടാന്ന് പറഞ്ഞപ്പോൾ ആദ്യം പോയി അഗ്നിതീർത്ഥത്തിൽ പോയി കുളിച്ചിട്ട് വേണം ബലിയിടാനായിട്ട് വരാൻ. അപ്പോൾ ഏട്ടൻ കടലിൽ പോയി മുങ്ങിയിട്ട് ഈറനോടെ ബലിയിടാൻ വേണ്ടി വന്നു.
ബലിയിടലിന് 750 രൂപയാണ് കേട്ടോ ചാർജ് പറഞ്ഞത്. പിന്നെ ദമ്പതി പൂജ കൂടി ചെയ്യുന്നുണ്ടായിരുന്നു. ദമ്പതി പൂജയ്ക്ക് 1500 രൂപയാണ് ചാർജ് പറഞ്ഞത് കേട്ടോ. ബലിയിടൽ കഴിഞ്ഞിട്ട് പിന്നെ ദമ്പതി പൂജയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പോയിട്ട് അഗ്നിതീർത്ഥത്തിൽ കുളിച്ചിട്ട് വന്നു. അപ്പോൾ അതിൽ കുളിച്ചിട്ട് നമ്മൾ ദമ്പതി പൂജ കഴിഞ്ഞിട്ടാണ് ദമ്പതി സ്നാനം ചെയ്യുക കേട്ടോ. അങ്ങനെ ചെയ്താൽ ദാമ്പത്യം നല്ലതാവും, ദാമ്പത്യ ഐക്യം ഉണ്ടാവും എന്നൊക്കെയാണ് വിശ്വാസം. ദമ്പതി പൂജ കഴിഞ്ഞ ശേഷം കേട്ടോ ദമ്പതി സ്നാനം ചെയ്യണത്. അഗ്നിതീർത്ഥത്തിൽ ഭാര്യയും ഭർത്താവും ദമ്പതികൾ ഒരുമിച്ച് മുങ്ങി 3 പ്രാവശ്യം മുങ്ങി എണീക്കുന്നതാണ് കേട്ടോ ദമ്പതി സ്നാനം. അതായത് 3 പ്രാവശ്യം മുങ്ങി കുളിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് ദമ്പതി സ്നാനം. ദാമ്പത്യ ഐക്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. അത് കഴിഞ്ഞ് നമ്മൾ 22 തീർത്ഥക്കിണറിൻ്റെ അടുത്തേക്കാണ് കേട്ടോ വന്നത്. 22 തീർത്ഥക്കിണറിൽ നിന്നും തലയിലൂടെ ബക്കറ്റ് കൊണ്ട് വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ദേവുട്ടി തണുത്ത് വിറച്ച് നല്ല കരച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു, അവൾ വിറക്കി തന്നെയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തു. അടുത്തത് നമുക്ക് ക്ഷേത്ര ദർശനം കേട്ടോ. അതായത് ദർശനത്തിന് നമുക്കിങ്ങനെ ഇറനായിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ റൂമിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ ക്ഷേത്രത്തിൽ ദർശനത്തിനായിട്ട് പോവാം കേട്ടോ. പിന്നെ ക്ഷേത്രത്തിനകത്ത് വെച്ചിട്ട് പാർവതി ദേവിയുടെ ഒരു സങ്കല്പമുണ്ട്. അവിടെ വെച്ചിട്ട് നമുക്ക് ഭാര്യ ഭർത്താക്കന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാല ചാർത്താൻ സാധിക്കും കേട്ടോ. അത് നല്ലതാണെന്ന്, ദാമ്പത്യ ഐക്യത്തിനും നല്ല ദാമ്പത്യത്തിനൊക്കെ നല്ലതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങളവിടെ പോയി ഇവിടെ രാമനാഥ സ്വാമിയുടെ ദർശനമൊക്കെ കണ്ട ശേഷം ഞങ്ങൾ പാർവതി ദേവിയുടെ അടുത്ത് പോയി. പിന്നെ പുറത്ത് വന്ന് മാലയൊക്കെ വാങ്ങി അവിടെ നിന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചാർത്തുകയൊക്കെ ചെയ്തു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടാട്ടോ ക്യൂ നിന്നത്. അതുകൊണ്ട് തന്നെ അധികം തിരക്കിൽ നിൽക്കേണ്ടി വന്നില്ല, പെട്ടെന്ന് ദർശനം കിട്ടി. ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങി. ഉച്ചയ്ക്ക് 1 മണിക്ക് നമ്മൾക്ക് രാമേശ്വരത്തിൽ നിന്ന് പാലക്കാട്ടേക്ക് അമൃത എക്സ്പ്രസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ആ ട്രെയിനിൽ തിരിച്ച് പാലക്കാട്ടേക്ക് മടങ്ങി.